വെൽക്കം ഓൾ. നെക്സ്റ്റ് പോയിസൺ റാൻഡം വേരിയബിൾ. ഞാൻ കുട്ടികളുടെ അടുത്ത് എപ്പോഴും പറയുന്ന ഒരു കേസാണ്. നമുക്ക് ഇവിടെ 2 ടൈപ്സ് ഓഫ് റാൻഡം വേരിയബിൾസ് ആണ് ഡിസ്ക്രീറ്റിൻ്റെ സെക്ഷനിൽ പഠിക്കാനായിട്ടുള്ളത്. ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ പഠിക്കാനായിട്ടുള്ളത് ബൈനോമിയലും പോയിസണുമാണ്. അപ്പോൾ ബൈനോമിയൽ എന്ന് പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ബൈ കണ്ടീഷൻ, സക്സസ് ഓർ ഫെയിലുവർ, ബെർണോളീസ് എക്സ്പെരിമെൻറ്റ് എന്ന് പറഞ്ഞ് ഏതൊരു ട്രയൽ എടുത്താലും, ട്രയലുകൾ എത്ര എടുത്താലും അവിടെ പ്രോബബിലിറ്റി ഓഫ് സക്സസ് ഏത് ട്രയലിലും സെയിം ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ പോയിസൺ റാൻഡം വേരിയബിൾ എവിടെയാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ട്രയൽസ് 100 കൂടുതലാകുമ്പോഴും നമ്മൾ പോയിസൺ അപ്ലൈ ചെയ്യും. ഞാൻ പിള്ളേരുടെ അടുത്ത് എപ്പോഴും പറയുന്നത് സിറ്റുവേഷൻ പോയിസൺ ആകുമ്പോഴാണ് പോയിസൺ റാൻഡം വേരിയബിൾ നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഒരു മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ വരുന്ന രോഗികളുടെ എണ്ണം നമുക്കത് ഇൻഫൈനൈറ്റ് ആയിരിക്കും. ഒരു മെഡിക്കൽ കോളേജിലൊക്കെ ദിവസേന എത്ര പേഷ്യൻസാണ് വരുന്നില്ലേ, അതൊക്കെ റെയർ, അതൊക്കെ പോയിസൺ ആവുന്ന സിറ്റുവേഷനാണ്. അതുപോലെ തന്നെ നമ്മൾ കൊറോണ സിറ്റുവേഷൻ, അപ്പം നമുക്ക് ഒരു കേരളത്തിലെടുത്താൽ എത്രത്തോളം കോവിഡിൻ്റെ കൂടി നിന്ന സമയത്ത് എത്ര പേര് കോവിഡ് ബാധിച്ചു എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് എന്തുവാണ് പറ്റത്തില്ലല്ലോ. അത് നമ്മളെ എണ്ണം കൂടുതലാണ്, അവിടെയാണ് നമ്മൾ എന്തോ അപ്ലൈ ചെയ്യുന്നത്, പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ അപ്ലൈ ചെയ്യുന്നത്. അല്ലെങ്കിൽ തന്നെ നമുക്കൊരു 4-5 കിലോമീറ്ററിനുള്ളിൽ നമുക്ക് എത്ര പേർക്ക് കൊറോണ ബാധിച്ചു എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റൂല, എണ്ണം കുറവായിരിക്കും. അപ്പം എണ്ണം കൂടുന്ന സിറ്റുവേഷനിലാണ് നമ്മൾ എന്തോ അപ്ലൈ ചെയ്യുന്നത്, പോയിസൺ റാൻഡം വേരിയബിൾ അപ്ലൈ ചെയ്യുന്നത്. അവിടെ പ്രോബബിലിറ്റി ഓഫ് സക്സസ് റേറ്റ് എപ്പോഴും എന്തോ പ്രോബബിലിറ്റി ഓഫ് സക്സസ് അവിടെ കുറവായിരിക്കും. നമ്പർ ഓഫ് വേരിയബിൾസ്, നമ്പർ ഓഫ് ട്രയൽസ് അവിടെ എന്തുമായിരിക്കും, കൂടുതലായിരിക്കും. ആ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ സിറ്റുവേഷൻ പോയിസൺ ആകുമ്പോൾ അവിടെയാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പം പോയിസൺ റാൻഡം വേരിയബിളിൻ്റെ PMFൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ P of x = x എന്ന് പറഞ്ഞാൽ e⁻⁴ λ⁴x/x⁴. ഓക്കെ, ഇനി അവിടെ എക്സ് എന്ന് പറയുന്ന റാൻഡം വേരിയബിൾ 0 to ∞ വരെ വേരി ചെയ്യും എന്ന് പറഞ്ഞാൽ നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റാത്ത രീതിയിൽ പോവാം. എക്സ് എന്ന് പറഞ്ഞ റാൻഡം വേരിയബിൾ ഇൻഫൈനൈറ്റ് ആയിരിക്കും. എവിടെ തൊട്ട്? 0 തൊട്ടായിരിക്കും. 0 തൊട്ട് ∞ വരെ ആയിരിക്കും. ഓക്കെ, ഇനി ഫസ്റ്റ് കേസ് നമ്മൾ ഒരു ക്വസ്റ്റ്യൻ പോയിസൺ ഡിസ്ട്രിബ്യൂഷനാണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഇങ്ങനെ ഈ ഒരു സിമ്പിളാണ് എഴുതുന്നത്, എക്സ് ഫോളോസ് പോയിസൺ ഓഫ് ലാംഡ. ഇവിടെ ലാംഡ എന്ന് പറഞ്ഞാൽ അവിടുത്തെ വേരിയബിൾ ആണ് കേട്ടോ. നമ്മൾ ബൈനോമിയൽ എന്നും ബിയും പഠിച്ചില്ലേ, അതുപോലെ തന്നെ ഇവിടുത്തെ പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ്റെ വേരിയബിൾ ആണെന്തെന്ന് പറയുന്നത്, പാരാമീറ്റർ ആണെന്തെന്ന് പറയുന്നത് ലാംഡ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് മീനും വേരിയൻസും 2019 സ്കീമിൽ ചോദിച്ചിട്ടുള്ളതാണ്. മീനും വേരിയൻസും ഡെറൈവ് ചെയ്യാനായിട്ട് നമ്മൾ 2024 സ്കീമിലും ബൈനോമിയലും പോയിസണും ഒക്കെ ഡെറിവേഷൻ ചോദിക്കാം. ഓക്കെ, അതേപോലെ തന്നെയാണ് മീൻ ആൻഡ് വേരിയൻസ് ഓഫ് പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ. ഫസ്റ്റ് ഓഫ് ഓൾ മീനിൻ്റെ ഇക്വേഷൻ എന്താണെന്ന് അറിയാം, സമ്മേഷൻ x = 0 to n ആയിരുന്നു നമ്മൾ ബൈനോമിയൽ. അത് നമുക്ക് എണ്ണം തിട്ടപ്പെടുത്താൻ പറ്റുമായിരുന്നു, ഇവിടെ ഇൻഫൈനൈറ്റ്. ഓക്കെ, x = റാൻഡം വേരിയബിൾ PMF എഴുതിയപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു x 0 തൊട്ട് ∞ വരെ പോവും. സോ നമ്മളിവിടെ സമ്മേഷനിൽ എന്തോ കൊടുക്കണം, x = 0 to ∞. E of x-ൻ്റെ ഇക്വേഷൻ സമ്മേഷൻ x × PMF, അത് നമ്മൾ കറക്റ്റ് കൊടുത്തു. x = 0 to ∞ ആണ് PMFൻ്റെ ഇക്വേഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, വിച്ച് ഇസ് ഈക്വൽ ടു സമ്മേഷൻ 0 to ∞. x × PMF അറിയാം, പോയിസൻ്റെ PMF എന്തുവാ, e⁻⁴ ഇവിടെ നമ്മൾ സമ്മേഷൻ എക്സിന് 0 കൊടുക്കുക, ആഡ് ചെയ്യുക, എക്സിന് 1 കൊടുക്കുക, ആഡ് ചെയ്യുക, അങ്ങനെയല്ലേ പോകുന്നത്. ഇവിടെ എക്സിന് 0 കൊടുത്താൽ ഫുൾ 0 ആയി പോകും. അപ്പം നമുക്ക് എക്സിന് 0 തൊട്ട് കൊടുക്കണോ? വേണ്ട, എക്സിന് എവിടെ തൊട്ട് കൊടുത്താൽ മതി, 1 തൊട്ട് കൊടുത്താൽ മതി. അപ്പോൾ x = 1 to ∞, x × e⁻⁴ ഞാൻ ഈ എക്സ് കട്ട് ചെയ്ത് കളയാനായിട്ട് x⁻⁴ എങ്ങനെ എഴുതുന്നത്, x-1 എഴുതുന്നത്. അല്ലെങ്കിൽ നമുക്ക് വേറൊരു രീതിയിലും ചിന്തിക്കാം, x 1 തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്, അപ്പം നമ്മൾ എന്തോ ആക്കണം, എല്ലാം ഒരു -1 പോലെ ആക്കണം. നമ്മൾ ബൈനോമിയൽ പഠിച്ചില്ലേ, അതുപോലെ. അല്ലെങ്കിൽ നമുക്ക് വേറൊരു രീതി ചിന്തിക്കാം, എക്സ് കട്ട് ചെയ്ത് പോവാം. ഓക്കെ, അപ്പോൾ ഇവിടെ എക്സ് കട്ട് ചെയ്ത് കളഞ്ഞു. അപ്പോൾ എന്തോ വരും, സമ്മേഷൻ x = 1 to ∞ e⁻⁴ ദാറ്റ് ഈസ് സമ്മേഷൻ x = 1 to ∞ e⁻⁴ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എക്സ് ഇവിടെ 1 തൊട്ട് സ്റ്റാർട്ട് ചെയ്തത് കൊണ്ട് ഞാൻ എന്തു ആക്കണം, λ⁻ എന്തുപോലെ ആക്കണം, x-1 പോലെ ആക്കണം. നമ്മൾ അവിടെ പഠിച്ചതുപോലെ തന്നെയാണ്. λ⁻ നമുക്ക് എങ്ങനെ എഴുതാം, λ⁻1 × λ⁻x-1 എന്ന് എഴുതാം. a⁻m ×
ഇൻറ്റു എ റൈസ് ടു എൻ, എ റൈസ് ടു എം പ്ലസ് എൻ അല്ലേ, എ റൈസ് ടു എം ഇൻറ്റു എ റൈസ് ടു എൻ എന്തുവാണ്, എ റൈസ് ടു എം പ്ലസ് എൻ നിറഞ്ഞ് എ റൈസ് ടു 1 പ്ലസ് എക്സ് മൈനസ് 1, 1 കട്ട് ചെയ്യുമ്പോൾ ലാംഡ റൈസ് ടു എക്സ് തന്നെ വരത്തില്ലേ. അപ്പോൾ ലാംഡ റൈസ് ടു എക്സിനെ നമുക്ക് എങ്ങനെ എഴുതാം, ലാംഡ റൈസ് ടു 1 എന്ന് പറഞ്ഞാൽ ലാംഡ ഇൻറ്റു ലാംഡ റൈസ് ടു എക്സ് മൈനസ് 1 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 1 ഫാക്ടോറിയൽ. ലാംഡ നമുക്ക് സേഫ് ആയിട്ട് പുറത്തെടുക്കാം, ലാംഡയും ഇ റൈസ് ടു മൈനസ് ലാംഡയും ഞാൻ പുറത്തെടുത്തു. അകത്താരുണ്ട്, ഞാൻ ഇങ്ങോട്ട് എഴുതാം കേട്ടോ. സമ്മേഷൻ്റെ പുറത്തല്ലേ ഞാൻ എടുത്തത്, ലാംഡയും ഇ റൈസ് ടു മൈനസ് ലാംഡയും ഞാൻ പുറത്തെടുത്തു. അകത്താരുണ്ട്, സമ്മേഷൻ എക്സ് ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി ലാംഡ റൈസ് ടു എക്സ് മൈനസ് 1 ബൈ എക്സ് മൈനസ് 1, എക്സ് മൈനസ് 1ൻ്റെ ആൾക്കാരെ അകത്തുള്ളൂ. ഓക്കെ, ഞാനങ്ങനെ എഴുതി. ഇനി ഞാൻ വേറൊന്നും ചെയ്യുന്നില്ല, ഇവിടെ എക്സിന് 1 തൊട്ട് വാല്യൂസ് അങ്ങ് ഇട്ട് കൊടുത്ത് പോവുകയാണ്, സമ്മേഷൻ അപ്ലൈ ചെയ്യുവാണ്. ഇവിടെ എക്സിന് ആദ്യം 1 തൊട്ടല്ലേ സ്റ്റാർട്ട് ചെയ്യുന്നത്, എക്സിന് 1 കൊടുക്കുമ്പോൾ ഇവിടെ എന്തോ വരും, ഇവിടെ ലാംഡ ഇൻറ്റു 1 മൈനസ് 1 ഡിവൈഡഡ് ബൈ 1 മൈനസ് 1 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എന്തുവാണ്, ലാംഡ റൈസ്ഡ് 0 ബൈ 0 ഫാക്ടോറിയൽ. ആദ്യത്തെ ടേം സമ്മേഷൻ കൊടുക്കുമ്പോൾ എന്തോ വരും, ഞാൻ അത് മാത്രം ഇങ്ങോട്ട് എഴുതുന്നോളെ, ലാംഡ റൈസ്ഡ് 0 ബൈ 0 ഫാക്ടോറിയൽ എന്ന് വരും. ലാംഡ റൈസ്ഡ് എനി നമ്പർ റൈസ്ഡ് 0 എന്ന് പറഞ്ഞാൽ എന്തുവാണ്, 1 ആണ്. 0 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എന്തുവാണ്, അതും 1 ആണ്. ആ 1 ബൈ 1 ആണ് ഇവിടെ 1 എന്ന് എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഇനി എന്തോ കൊടുക്കുക, ലാംഡയ്ക്ക് എക്സ് 1 കൊടുത്തു, ഇനി പ്ലസ്, അതാണ് പ്ലസ്. ഇനി ലാംഡയ്ക്ക് എന്തോ കൊടുക്കുക, 2 കൊടുക്കുക. 2 കൊടുക്കുമ്പോൾ എന്ത് വരും, ലാംഡ റൈസ്ഡ് 2 മൈനസ് 1 ബൈ 2 മൈനസ് 1 ഫാക്ടോറിയൽ. ഇങ്ങനെയായിട്ട് എഴുതാം, ലാംഡ റൈസ്ഡ് 2 മൈനസ് 1 ബൈ 2 മൈനസ് 1 ഫാക്ടോറിയൽ എന്ത് വരും, ലാംഡ ബൈ 1 ഫാക്ടോറിയൽ. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അങ്ങനെ എക്സിന് 2, 3, 4, 5 എക്സെട്ര കൊടുക്കുമ്പോഴാണ് നമുക്ക് ഈ ഒരു ടേം കിട്ടുന്നത്. മനസ്സിലായോ? ദാറ്റ് ഈസ് ലാംഡ ഇ റൈസ് ടു മൈനസ് ലാംഡ. ഇതൊക്കെ എന്തുവാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, 1 പ്ലസ് എക്സ് ബൈ 1 ഫാക്ടോറിയൽ പ്ലസ് എക്സ് സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര. ഇത് എന്തിൻ്റെ ഇക്വേഷനാണ്, ഇ റൈസ് ടു എക്സിൻ്റെ ഇക്വേഷനാണ്. എന്തിൻ്റെ ഇക്വേഷനാണ്, എന്തിൻ്റെ എക്സ്പാൻഷനാണ്, ഇ റൈസ് ടു എക്സിൻ്റെ എക്സ്പാൻഷനാണ്. ഇവിടെ എക്സിന് വരെ ലാംഡ വന്നതല്ലേ ഉള്ളൂ, അപ്പോൾ അതിന് നമ്മൾ ആ ഇക്വേഷൻ കൊടുക്കണ്ടേ. അപ്പോൾ 1 പ്ലസ് ലാംഡ ബൈ 1 ഫാക്ടോറിയൽ പ്ലസ് ലാംഡ സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര എന്തിൻ്റെ ഇക്വേഷനാണ്, ഇ റൈസ് ടു ലാംഡയുടെ ഇക്വേഷൻ. നമ്മൾ പ്രൂഫൊക്കെ എഴുതുമ്പോഴേ നമ്മൾ അടുത്ത സ്റ്റെപ്പ് എങ്ങനെ വന്നു എന്നുള്ളത് സൈഡിൽ സിൻസ് ഇട്ടിട്ട് ആ ബ്രാക്കറ്റിൽ കാര്യം എഴുതി വെക്കണം. അപ്പം പേപ്പർ നോക്കുന്നവർക്ക് മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഈ ലാംഡ ഇ റൈസ് ടു മൈനസ് ലാംഡ, ഇതിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം, ഇ റൈസ് ടു ലാംഡ എന്ന് വിളിക്കാം. ഇ റൈസ് ടു മൈനസ് ലാംഡയും ഇ റൈസ് ടു ലാംഡയും കട്ട് ചെയ്ത് പോയി, അപ്പോൾ എന്തോ കിട്ടി, ലാംഡ കിട്ടി. അപ്പം പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ്റെ മീൻ എന്തുവാ, ഇ ഓഫ് എക്സ് എന്തുവാണ് മീൻ, ഇ ഓഫ് എക്സ് എന്തുവാണ്, ലാംഡയാണ്. ഓക്കെ, നെക്സ്റ്റ് വേരിയൻസ്. ഓക്കെ, പോയിസൺ റാൻഡം വേരിയബിളിൻ്റെ വേരിയൻസ് നമ്മൾ എപ്പോഴും പഠിച്ചിട്ടുള്ള ഇക്വേഷൻ ഇ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് ഇ ഓഫ് എക്സ് ദ ഹോൾ സ്ക്വയർ ഇല്ലേ. നമ്മൾ അവിടെ കണ്ടുപിടിച്ചതുപോലെ തന്നെ ബൈനോമിയൽ ചെയ്തതുപോലെ തന്നെ ഇ ഓഫ് എക്സ് നമ്മുടെ കയ്യിലുണ്ട്. എന്തുവാണ്, ലാംഡയാണ്. ലാംഡയുടെ സ്ക്വയർ എടുക്കുമ്പം ഈ ടേം ആവും, പക്ഷേ ഈ ടേം നമുക്ക് കണ്ടുപിടിക്കണം. നമ്മൾ ബൈനോമിയൽ പോലെ തന്നെ ഇത് ഡയറക്റ്റ് കണ്ടുപിടിക്കൂല. എന്താ കണ്ടുപിടിക്കുന്നത്, ഇ ഓഫ് എക്സ് ഇൻറ്റു എക്സ് മൈനസ് 1 ആണ് കണ്ടുപിടിക്കുന്നത്. ഇ ഓഫ് എക്സ് ഇൻറ്റു എക്സ് മൈനസ് 1 നമുക്കറിയാം എന്തുവാണ്, സമ്മേഷൻ. പോയിസൺ ആയതുകൊണ്ട് 0 ടു ഇൻഫിനിറ്റി വരെ പോകണം, പോയിസൺ ആവുന്ന സിറ്റുവേഷൻ. അപ്പോൾ എക്സ് ഈക്വൽ ടു 0 തൊട്ട് ഇൻഫിനിറ്റി വരെ. എക്സ് ഇൻറ്റു എക്സ് മൈനസ് 1 ആയതുകൊണ്ട് ഞാൻ എന്തോ ഇ ഓഫ് എക്സ് ഇൻറ്റു എക്സ് മൈനസ് 1 ആയതുകൊണ്ട് ഇത് അവിടെ എഴുതും, എക്സ് ഇൻറ്റു എക്സ് മൈനസ് 1 ഇൻറ്റു പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ്. ഇവിടെ എന്താണോ അതിവിടെ കൊടുക്കുക, സമ്മേഷൻ അത് ഇൻറ്റു പി എം എഫ്. ഓക്കെ, ദാറ്റ് ഈസ് ഇവിടെ നമുക്ക് സമ്മേഷൻ എവിടെ തൊട്ട് മതി, എവിടെ നമുക്ക് എത്ര കുറയ്ക്കാവോ അത്രയും കുറയ്ക്കാം ഇല്ലേ. സമ്മേഷൻ നമ്മൾ ബൈനോമിയൽ പോലെ തന്നെ ഇത് എവിടെ തൊട്ട് മതി, എക്സിന് 0 കൊടുത്ത ഇത് ഫുള്ള് 0 ആവുമല്ലോ, അത് കൊടുക്കണ്ട ഇല്ലേ. എക്സിന് 1 കൊടുത്ത ഇവിടെ 1 മൈനസ് 1 എടുക്കുമ്പോൾ ഇത് എൻ്റെ കൂടെ എല്ലാം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അവിടെയും 0 ആവും. അപ്പോൾ സമ്മേഷൻ എവിടെ തൊട്ട് സ്റ്റാർട്ട് ചെയ്താൽ മതി, 2 തൊട്ട് സ്റ്റാർട്ട് ചെയ്താൽ മതി. 2 ടു ഇൻഫിനിറ്റി എക്സിൻ്റെ എക്സ് മൈനസ് 1 പോയിസൻ്റെ പി എം എഫ് ഇ റൈസ് ടു മൈനസ് ലാംഡ ലാംഡ റൈസ് ടു എക്സ് ബൈ എക്സ് ഫാക്ടോറിയൽ. അപ്പോൾ ഇനി നമ്മൾ എന്തുവാണ് അടുത്ത സ്റ്റെപ്പിൽ ചെയ്യേണ്ടത്, നമുക്ക് 2 രീതി ചിന്തിക്കാം അല്ലേ. ഇവിടെ എക്സ് ഇൻറ്റു എക്സ് മൈനസ് 1 കട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എക്സ് ഫാക്ടോറിയലിന് എങ്ങനെ എഴുതാം, എക്സ് ഇൻറ്റു എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് മൈനസ് 2 ഫാക്ടോറിയലിന് എഴുതാം. അപ്പം ഇത് രണ്ടും കട്ട് ചെയ്ത് പോകും. അല്ല നമുക്ക് വേറെ രീതി എങ്ങനെ ചിന്തിക്കാം, ഇവിടെ എക്സ് 2 തൊട്ട് സ്റ്റാർട്ട് ചെയ്തത് കൊണ്ട് എല്ലാം എവിടെയൊക്കെ എക്സ് ഉണ്ടോ അവിടെ എക്സ് മൈനസ് 2 പോലെ ആക്കണം. ഓക്കെ, അങ്ങനെയും നമുക്ക് ചിന്തിക്കാം. അപ്പോൾ എന്തോ വരും,
എക്സ് ഇൻറ്റു എക്സ് മൈനസ് 1 ഇൻറ്റു ഇ റേസ് ടു മൈനസ് ലാംഡ. ലാംഡ റേസ് ടു എക്സിനെ ഞാൻ എങ്ങനെ എഴുതും? ലാംഡ റേസ് ടു എക്സിനെ എന്തായാലും നമുക്ക് എക്സ് മൈനസ് 2 പോലെ ആക്കണം. അപ്പോൾ ലാംഡ റേസ് ടു എക്സിനെ എങ്ങനെ എഴുതാം? ലാംഡ റേസ് ടു 2 ഇൻറ്റു ലാംഡ റേസ് ടു എക്സ് മൈനസ് 2. നമുക്ക് ചെയ്തു നോക്കാം. എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ. എ റേസ് ടു എം പ്ലസ് എൻ. എം എന്ന് പറഞ്ഞാൽ 2 പ്ലസ് എൻ എന്ന് പറഞ്ഞാൽ എക്സ് മൈനസ് 2. 2 മൈനസ് 2 കട്ട് ചെയ്ത് ലാംഡ റേസ് ടു എക്സ് തന്നെ കിട്ടത്തില്ലേ? അപ്പോൾ ലാംഡ റേസ് ടു എക്സിനെ എങ്ങനെ എഴുതാം? ലാംഡ സ്ക്വയർ ഇൻറ്റു ലാംഡ റേസ് ടു എക്സ് മൈനസ് 2. ഈ എക്സ് മൈനസ് 1ഉം എക്സും കട്ട് ചെയ്ത് പോയി. ലാസ്റ്റ് എന്തോ വന്നു? സമ്മേഷൻ എക്സ് ഈക്വൽ ടു 2 ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് ലാംഡ ലാംഡ സ്ക്വയർ ഇൻറ്റു ലാംഡ റേസ് ടു എക്സ് മൈനസ് 2 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 2 ഫാക്ടോറിയൽ. എന്ത് ഞാൻ പുറത്തെടുക്കുന്നു? ഇ റേസ് ടു മൈനസ് ലാംഡ ഇൻറ്റു ലാംഡ സ്ക്വയർ പുറത്തെടുക്കുന്നു. സമ്മേഷൻ്റെ അകത്ത് ലാംഡ റേസ് ടു എക്സ് മൈനസ് 2 ഇൻറ്റു എക്സ് ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 2 ഫാക്ടോറിയൽ. നേരത്തെ ചെയ്തതുപോലെ തന്നെ ഞാനിവിടെ എന്തോ അപ്ലൈ ചെയ്യുന്നു? സമ്മേഷൻ അപ്ലൈ ചെയ്യുന്നു. സമ്മേഷൻ 2 തൊട്ട് അപ്ലൈ ചെയ്താൽ മതിയേ. 2 കൊടുക്കുമ്പോൾ എന്ത് വരും? ഇവിടെ ഞാൻ സമ്മേഷൻ ഈ ടേം മാത്രമേ ഞാൻ ഇവിടെ എഴുതുന്നുള്ളൂ. ഈ ടേം മാത്രമാണ് ഞാൻ ഇങ്ങോട്ട് എഴുതുന്നത്. എക്സിന് 2 കൊടുക്കുമ്പോൾ എന്ത് വരും? ഇവിടെ ആദ്യം 2 തൊട്ട് സ്റ്റാർട്ട് ചെയ്താൽ മതിയല്ലോ. എക്സിന് ഇവിടെ 2 കൊടുക്കുമ്പോൾ എന്ത് വരും? ലാംഡ റേസ്ഡ് 2 മൈനസ് 2 ഡിവൈഡഡ് ബൈ 2 മൈനസ് 2 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ ലാംഡ റേസ്ഡ് 0 ബൈ 0 ഫാക്ടോറിയൽ. എനി നമ്പർ റേസ്ഡ് 0 1 ആണെന്നറിയാം. 0 ഫാക്ടോറിയൽ നമുക്ക് 1 ആണെന്നറിയാം. അതെന്തുവാണ്? 1. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഇനി എക്സിന് 3 കൊടുക്കുക. 3 കൊടുക്കുമ്പോൾ എന്ത് വരും? ലാംഡ റേസ്ഡ് 3 മൈനസ് 2 ബൈ 3 മൈനസ് 2 ഫാക്ടോറിയൽ. ലാംഡ റേസ്ഡ് 3 മൈനസ് 2 എന്ന് പറഞ്ഞാൽ ലാംഡ റേസ്ഡ് 1 ഡിവൈഡഡ് ബൈ 1 ഫാക്ടോറിയൽ. ലാംഡ റേസ്ഡ് 1 എന്ന് പറഞ്ഞാൽ ലാംഡ ബൈ 1 ഫാക്ടോറിയൽ. അങ്ങനെ നമുക്ക് ഇൻഫിനിറ്റി വരെ കൊടുത്തു പോവാം. ഇത് എഗെയിൻ എന്തിൻ്റെ ഇക്വേഷനാണ്? ഇ റേസ്ഡ് ലാംഡയുടെ ഇക്വേഷനാണ്. ഓക്കെ, നമ്മൾ പഠിച്ചതല്ലേ. ദാറ്റ് ഈസ് ഇ റേസ്ഡ് മൈനസ് ലാംഡ ലാംഡ സ്ക്വയർ പുറത്തുണ്ട്. ഇത് ഇ റേസ്ഡ് ലാംഡയുടെ ഇക്വേഷനാണ്. ഇ റേസ്ഡ് മൈനസ് ലാംഡയും ഇ റേസ്ഡ് ലാംഡയും എഗെയിൻ കട്ടായി. അപ്പോൾ എന്ത് വരും? ലാംഡ സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, നമുക്ക് ഇ ഓഫ് എക്സ് തെറ്റിപ്പോയിരുന്ന പിള്ളേർക്ക് എപ്പോഴും ഡൗട്ട് വരുന്ന വേരിയൻസ് അത് അവിടെ വെച്ചവരങ്ങ് നിർത്തും. അല്ല, നമ്മൾ എന്തോ കണ്ടുപിടിച്ചേ? ഇ ഓഫ് എക്സ് ഇൻറ്റു എക്സ് മൈനസ് 1 ആണ് കണ്ടുപിടിച്ചത്. അപ്പം അതാണ് നമുക്ക് എന്തെന്ന് കിട്ടിയത്? ലാംഡ സ്ക്വയർ എന്ന് കിട്ടിയത്. അപ്പം ഞാനിത് ഓപ്പൺ ചെയ്യുവാണ്. ഇ ഓഫ് എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ, എക്സ് ഇൻറ്റു മൈനസ് 1 മൈനസ് എക്സ്. ഓക്കെ, ഇനി ഈക്വൽ ടു ലാംഡ സ്ക്വയർ. ഇ ഓഫ് എക്സ് സ്ക്വയർ എന്ന് ഇ ഓഫ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇ ഓഫ് എക്സ് സ്ക്വയർ. ഇ ഓഫ് മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ മൈനസ് ഇ ഓഫ് എക്സ് ഈക്വൽ ടു ലാംഡ സ്ക്വയർ. ഇ ഓഫ് എക്സ് സ്ക്വയർ മാത്രം മതിയല്ലോ വേരിയൻസ്. അതാണ് കണ്ടുപിടിക്കാൻ നമ്മൾ ഇത്രയും ചെയ്തത്. ഇ ഓഫ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ലാംഡ സ്ക്വയർ ഇവിടെ ഉണ്ട്, മൈനസ് ഇ ഓഫ് എക്സ് അപ്പുറം കൊണ്ടുപോയി, അപ്പോൾ പ്ലസ് ഇ ഓഫ് എക്സ്. ലാംഡ സ്ക്വയർ പ്ലസ് ഇ ഓഫ് എക്സ് നമ്മൾ കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ച് വെച്ചോ എന്താ? ലാംഡയാണ്. അപ്പോൾ ഇ ഓഫ് എക്സ് സ്ക്വയർ എന്താ കിട്ടി? ലാംഡ സ്ക്വയർ പ്ലസ് ലാംഡ. അതെവിടെ ഇട്ട് കൊടുക്കണം? ഇക്വേഷൻ നമ്പർ 1 വേരിയൻസിൻ്റെ ഇക്വേഷൻ ഇട്ട് കൊടുക്കണം. അപ്പോൾ വേരിയൻസിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുകൂടെ ഞാൻ എഴുതുന്നു. വേരിയൻസ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഇ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് ഇ ഓഫ് എക്സ് ദ ഹോൾ സ്ക്വയർ ആയിരുന്നു. ഇ ഓഫ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ലാംഡ സ്ക്വയർ പ്ലസ് ലാംഡയാണ്, മൈനസ് ഇ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ലാംഡയാണ്. അപ്പോൾ ഇ ഓഫ് എക്സിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ലാംഡ സ്ക്വയർ. ലാംഡ സ്ക്വയറും മൈനസ് ലാംഡ സ്ക്വയറും കട്ട് ചെയ്ത് പോയി. ആൻസർ എന്തോ കിട്ടി? ലാംഡ കിട്ടി. അപ്പം പോയിസണിൻ്റെ മീൻ ഇ ഓഫ് എക്സ് എന്ന് പറയുന്നത് ലാംഡയാണ്, വേരിയൻസ് എന്ന് പറയുന്നത് എന്താണ്? ലാംഡയാണ്. ഓക്കെ, ഞാനത് കൺക്ലൂഡ് എഴുതിയേക്കുവാണ് കേട്ടോ, ഞാൻ പറഞ്ഞത് തന്നെ. ഓക്കെ, ഇനി പോയിസൺ അപ്രോക്സിമേഷൻ ടു ബൈനോമിയൽ. നമുക്ക് ഈ മൊഡ്യൂളിൽ 3 പ്രൂഫാണ് പഠിക്കാനുള്ളത്. ബൈനോമിയലിൻ്റെ മീനും വേരിയൻസും, പോയിസണിൻ്റെ മീനും വേരിയൻസും, പോയിസൺ അപ്രോക്സിമേഷൻ ടു ബൈനോമിയൽ. ഇതിൽ ഏതെങ്കിലും എക്സാമിന് ചോദിക്കും കേട്ടോ, പ്രൂഫ് ചോദിക്കും. ഓക്കെ, അപ്പം 3 പ്രൂഫാണ് പഠിക്കാനുള്ളത്. അപ്പം ഇത് പോയിസൺ അപ്രോക്സിമേഷൻ ടു ബൈനോമിയൽ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബൈനോമിയലും പോയിസണും തമ്മിലൊരു റിലേഷൻ എന്തുവാ ഞാൻ ഇവിടെ പറഞ്ഞേക്കാം. തിയറമാണേ. ദ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ബൈനോമിയൽ റാൻഡം വേരിയബിൾ എക്സ് ഈക്വൽ ടു ബി ഓഫ് എൻ പി അപ്രോച്ചസ് ദാറ്റ് ഓഫ് പോയിസൺ റാൻഡം വേരിയബിൾ പോയിസൺ ഓഫ് ലാംഡ. ബൈനോമിയൽ റാൻഡം വേരിയബിൾ പോയിസൺ റാൻഡം വേരിയബിൾ ആവുന്ന എപ്പോഴാണ്? ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി. നമ്പർ ഓഫ് ട്രയൽസ് എണ്ണുകൾ ഇൻഫിനിറ്റിലോട്ട് പോകുമ്പം, എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റാത്ത സിറ്റുവേഷൻ വരുമ്പം. ആൻഡ് പി എന്ന് പറഞ്ഞാൽ എന്ത് വരുന്നു ബൈനോമിയലിൽ? പി എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് സക്സസ് ആയിരുന്നു. സക്സസ് റേറ്റ് 0യിലോട്ട് കൺവേർജ് ചെയ്യുമ്പം, സക്സസ് റേറ്റ് കുറയുമ്പോൾ, ഈ 2 സിറ്റുവേഷനിലാണ് നമ്മൾ എന്തോ വരുന്നത്? ബൈനോമിയൽ പോയിസണിലോട്ട് പോകുന്നത്. ഇൻ സച്ച് എ വേ ദാറ്റ് എൻ പി ഈക്വൽ ടു ലാംഡ. അവിടെ അപ്പോൾ എന്തുമായിരിക്കും? ബൈനോമിയലിൻ്റെ മീനും പോയിസണിൻ്റെ മീനും അവിടെ ഈക്വൽ ആവും. സ്റ്റേസ് കോൺസ്റ്റൻറ്റ്. അതെന്തുമായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ 3 കണ്ടീഷൻ വെച്ചിട്ടാണ് ഞാൻ പോയിസൺ ടു ബൈനോമിയൽ അപ്രോക്സിമേഷൻ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, എന്തുവാണ്?
നമ്പർ ഓഫ് ട്രയൽസ് ഇൻഫിനിറ്റിയിലോട്ട് പോകുമ്പം സക്സസ് റേറ്റ് 0 പോകുമ്പോൾ മനസ്സിലായല്ലോ ഈ കണ്ടീഷൻ. പോയിസൺ ആകുമ്പോൾ നമുക്ക് എണ്ണി തിട്ടപ്പെടാൻ കുറവായിരിക്കും, സക്സസ് റേറ്റ് കുറവായിരിക്കും അവിടെ. NP = ലാംഡ. NP = ലാംഡ വരുന്ന പ്രോബ്ലം ചോദിക്കും കേട്ടോ. ബൈനോമിയലും പോയിസണും തമ്മിലുള്ള പ്രോബ്ലം നമുക്ക് എക്സാമിന് ചോദിക്കും. ഓക്കെ പ്രൂഫ്. അപ്പം ഞാൻ പ്രൂഫിൽ ആദ്യം ബൈനോമിയലിൻ്റെ PMF എഴുതി. ബൈനോമിയലിൻ്റെ PMF P of x = x എന്ന് പറഞ്ഞാൽ NCx P⁻x Q⁻n−6. x 0 തൊട്ട് n വരെയാണ് നമുക്കുള്ളത് അറിയാം. അത് എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റും. n വരെയാണ് വേരി ചെയ്യുന്നത്. x എന്ന് പറഞ്ഞാൽ റാൻഡം വേരിയബിൾ. അവിടെ NP = ലാംഡ എടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ P = നമുക്ക് ഇവിടുത്തെ Pക്ക് പകരം എന്തോ എഴുതാം, ഈ ലാംഡ ഈ n മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നു, ഇപ്പുറം കൊണ്ടുവന്ന് ഡിവൈഡ് ചെയ്യാം. P λ/n ആണെങ്കിൽ Q നമുക്ക് എന്തോ അറിയാം, 1 - P ആണെന്ന് അറിയാം. അങ്ങനെയാണെങ്കിൽ P എന്ന് പറഞ്ഞാൽ ഇവിടെ λ/n. അപ്പോൾ Q എന്ത് വരും, 1 - λ/n. ഓക്കെ, അത് ഞാൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ആദ്യത്തെ NP = ലാംഡ എന്ന് പറഞ്ഞ കണ്ടീഷൻ ഞാനിവിടെ അപ്ലൈ ചെയ്തു. അപ്ലൈ ചെയ്യുമ്പോൾ P of x = x എന്ത് വരും, NCx Pക്ക് പകരം λ/n⁻x, Qന് പകരം 1 - λ/n⁻n−6. x 0 തൊട്ട് n വരെ വേരി ചെയ്യുന്നു. ഓക്കെ, ഇനി NCxനെ ഞാൻ എങ്ങനെ എഴുതാൻ പോവുകയാണ്? NCxനെ നമുക്ക് എങ്ങനെ എഴുതാം? ഞാൻ ഇങ്ങോട്ട് അതിൻ്റെ ഒരു സ്റ്റെപ്പ് ഉണ്ട്. NCx എന്ന് പറഞ്ഞാൽ n⁻x⁴ ആണ് ഇല്ലേ? അതിനെ ഞാൻ n⁻, നമുക്ക് എവിടെ ഏതെങ്കിലും എഴുതാമല്ലോ. n⁻ ഞാൻ എങ്ങനെ എഴുതും? ഈ NCxനെ ആണ് ഞാൻ ഇത്ര എഴുതിയിരിക്കുന്നത്. n⁻n⁻ ആ NCx എന്ന് പറഞ്ഞാൽ n⁻x⁴ അപ്പോൾ ഈ NCxനെ ഞാൻ എങ്ങനെ എഴുതുന്നു? n⁻ n-1 ഏതോ ഒരു n-x⁴ വരെ എഴുതുന്നു. ഈ x എന്തോ ആവാം. ഓക്കെ, ഈ ഈ n-xന് തൊട്ട് മുന്നത്തെ ആളെങ്ങനെയായിരിക്കും? n-xനെക്കാട്ടി 1 കുറവായിരിക്കില്ലേ? അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഒരു ബ്രാക്കറ്റ് ഇട്ടേക്കാം, അല്ലെങ്കിൽ നമുക്ക് തെറ്റും ഇല്ലേ? n- ഏതോ ഒരു x⁴ വരെ ഞാൻ എഴുതി. n⁻ n-n-1 ഏതോ ഒരു n-x⁴ വരെ ഞാൻ കൊണ്ട് നിർത്തി. ആ തൊട്ട് മുന്നത്തെ ടേം മനസ്സിലായോ? n-x-1 ആയിരിക്കും. ഈ x-1 ബ്രാക്കറ്റ് കൊടുക്കുക. ഡിവൈഡഡ് ബൈ x⁴ n-x⁴ ഞാൻ അങ്ങനെ തന്നെ എഴുതി. അപ്പം ഈ NCx ഇത്രയും ടേം ആക്കി ഞാൻ എഴുതി വെച്ചേ. ഇനി λ/n⁻x ഞാൻ λ⁻x ഡിവൈഡഡ് ബൈ n⁻x സെപ്പറേറ്റ് പവർ കൊടുത്ത് എഴുതി. ഓക്കെ, 1 - λ/n⁻x ഞാൻ അതേപോലെ എഴുതി. ഓക്കെ, ഇനി ഞാൻ ഇത് ആ ടേമിന് ഞാനൊരു വ്യത്യാസം വരുത്തില്ല. λ⁻x n⁻x എഴുതി. ഈ 1 - λ⁻n-6നെ ഞാൻ 1 - λ/n⁻n എന്നും എഴുതി ഇൻറ്റു 1 - λ/n⁻x എന്ന് എഴുതി. ഇതെന്ന് പറഞ്ഞാൽ a⁻m × a⁻m+n അതിനാണ് മാറ്റി എഴുതിയിരിക്കുന്നത് ഇല്ലേ? അപ്പം ഇവിടെ a⁻m+n നമുക്ക് എങ്ങനെ എഴുതാം? എന്നിനെ എങ്ങനെ എഴുതാം? a⁻m × a⁻n എന്ന് എഴുതിക്കൂടെ? അതാണ് ഞാനിവിടെ എഴുതിയിരിക്കുന്നത്. ഇതിൽ 1 - λ/n⁻n എന്ന് എഴുതി ഇൻറ്റു 1 - λ/n⁻x എന്ന് എഴുതി. ഈ ഇക്വേഷനാണ് ഇവിടെ അപ്ലൈ ചെയ്തത്. ഓക്കെ, അപ്പോൾ ആദ്യത്തേൽ n ഞാൻ പുറത്തെടുത്തപ്പോൾ 1 - 1/n, ഇവിടെ നിന്ന് എടുത്തപ്പോൾ 1 - 2/n, ഇവിടെ നിന്ന് പുറത്തെടുത്തപ്പോൾ 1 - x-1/n. n-x⁴ ഇതും കട്ട് ചെയ്ത് പോകും കേട്ടോ. ഇത് രണ്ടും കട്ട് ചെയ്ത് പോകുമ്പം ഇവിടുത്തെ n1 2 അങ്ങനെ ഇവിടെ തൊട്ട് ഇവിടം വരെ n⁻x-n ഉള്ളത്. ഇവിടുത്തെ n കൂടെ ചേർത്താണ് n⁻x ആയത്. മനസ്സിലായോ? ഇവിടുത്തെ n-x⁴ n-x⁴ കട്ട് ചെയ്ത് പോയി. ഇവിടുത്തെ 1n 2n അങ്ങനെ n⁻x-n ഇവിടം തൊട്ട് ഇവിടം വരെ ഉണ്ട്. ഇവിടുത്തെ ഒരു n കൂടെ ചേർന്നിട്ടാണ് n⁻x ആവുന്നത്. ഡിവൈഡഡ് ബൈ x⁴ ഉണ്ട്, ബാക്കിയുള്ളതൊക്കെ അതേപോലെ എഴുതി. ഓക്കെ, ഈ n⁻x ഈ n⁻x ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു. ബാക്കിയുള്ളതെല്ലാം അതുപോലെ എഴുതി, മാറ്റം വരുത്തിയില്ല. ഓക്കെ, സപ്പോസ് ഇനി ഞാൻ ആദ്യത്തെ കണ്ടീഷൻ 2 അപ്ലൈ ചെയ്യുവാണ്. n ഇൻഫിനിറ്റിയിലോട്ട് പോകുന്നെന്ന് പറഞ്ഞ് ഞാൻ എടുക്കുന്നു. നമുക്ക് കണ്ടീഷൻ എന്തുമായിരുന്നു? n ഇൻഫിനിറ്റിയിലോട്ട് പോണ്, P 0 പോണ്, NP = ലാംഡ ആവൻ. ഇതാണ് പോയിസൺ അപ്രോക്സിമേഷൻ ബൈനോമിയൽ പറയുന്നത്. ഓക്കെ, n ഇൻഫിനിറ്റിയിലോട്ട് പോകുമ്പം ഏത് ടേം? ഈ
1 മൈനസ് 1/n 1 മൈനസ് 2/n ഇത് ഇത്രയും 1 കൺവേർട്ട് ചെയ്യുന്നത് പറയുന്നു. n ഇൻഫിനിറ്റിയിലോട്ട് പോകണമെന്നർത്ഥം 1 മൈനസ് 1/∞ ആവില്ലേ ഇവിടെ. അതുപോലെ തന്നെ ഇവിടെ 1 മൈനസ് 2/∞ ആവും. അടുത്ത എക്സെട്ര 1 മൈനസ് x മൈനസ് 1/∞ ആവും. 1 മൈനസ് 1 എനി നമ്പർ ഡിവൈഡഡ് ബൈ ഇൻഫിനിറ്റി എന്തുവാണ്? 0 ആണ്. അപ്പോൾ 1 മൈനസ് 0 എന്തുവാവും? 1 ആണ്. ഇവിടെ 1 മൈനസ് എനി നമ്പർ ഡിവൈഡഡ് ബൈ ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ 0 ആണ്. എഗെയിൻ 1 മൈനസ് 0 എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ 1 × 1. അപ്പോൾ ഇവിടെ എല്ലാം എന്തുവാവും? 1 ആവും. അപ്പോൾ ഈ ടേമുകളെല്ലാം n ഇൻഫിനിറ്റിയിലോട്ട് കൺവേർജ്, ഈ കണ്ടീഷൻ നമ്മൾ അപ്ലൈ ചെയ്തപ്പം n ഇൻഫിനിറ്റിയിലോട്ട് പോകുമ്പം ഇത്രയും ടേമുകൾ എന്തിലോട്ട് കൺവേർജായി? 1 കൺവേർജായി. ഓക്കെ, അത് മനസ്സിലായല്ലോ. അതാണ് ഇത്രയും 1 കൺവേർജായി. 1 മൈനസ് λ/n ഹോൾ റൈസ് ടു n. ഇവിടെ n ഇൻഫിനിറ്റിയിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ എന്ത് വരും? 1 മൈനസ് λ/∞ ദ ഹോൾ റൈസ് ടു ഇൻഫിനിറ്റി. അതിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ e റൈസ് ടു മൈനസ് λ ആണ്. ഓക്കെ, 1 മൈനസ് λ/∞ ഹോൾ റൈസ് ടു ഇൻഫിനിറ്റിയുടെ ഇക്വേഷൻ എന്തുവാണ്? e റൈസ് ടു മൈനസ് λ ആണ്. അതുപോലെ തന്നെ 1 മൈനസ് λ/n ഹോൾ റൈസ് ടു മൈനസ് എക്സ്, അത് n ഇൻഫിനിറ്റിയിലോട്ട് പോകുമ്പോൾ 1 മൈനസ് λ/∞ എന്ന് പറഞ്ഞാൽ ഇതെന്തുവാകും? എനി നമ്പർ ഡിവൈഡഡ് ബൈ ഇൻഫിനിറ്റി 0 ആണ്. അപ്പം 1 മൈനസ് 0 ദ ഹോൾ റൈസ് ടു മൈനസ് എക്സ്, 1 റൈസ് ടു എനി പവർ എന്തുമായിരിക്കും? 1 ആയിരിക്കും. അപ്പം ഇതെല്ലാം 1 കൺവേർട്ട് ചെയ്തു. 1 മൈനസ് λ/n ഹോൾ റൈസ് ടു n e റൈസ് ടു മൈനസ് λ കൺവേർട്ട് ചെയ്തു. 1 മൈനസ് λn ഹോൾ റൈസ് ടു മൈനസ് എക്സ് 1 കൺവേർട്ട് ചെയ്തു. അപ്പോൾ ഇത് 1 ആയി, ഇത് 1 ആയി, ഇത് e റൈസ് ടു മൈനസ് λ ആയി. അപ്പോൾ ഈ ഇക്വേഷൻ എന്തുമായിട്ട് മാറോടെ? n ഇൻഫിനിറ്റിയിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പം ഇതെന്തുമായി? 1 ആയി. ഇത് ഇത്ര എന്തുവായി? 1 ആയി. λ റൈസ് ടു എക്സിന് ഒരു മാറ്റവും ഇല്ല. ഇത് എന്തിലോട്ട് കൺവേർജ് ആയെന്ന് പറഞ്ഞു? e റൈസ് ടു മൈനസ് λ കൺവേർജ് ആയി. ഇതിപ്പോൾ മാറ്റിയേക്കെ. ഇത് എന്തിലോട്ട് കൺവേർജ് ചെയ്യുന്നതെന്ന് പറഞ്ഞു? 1 കൺവേർജ് ചെയ്യും. താഴെ എക്സ് ഫാക്ടോറിയലുണ്ട്. അപ്പോൾ എന്താണ്? λ റൈസ് ടു എക്സ് e റൈസ് ടു മൈനസ് λ എക്സ് ഫാക്ടോറിയൽ. അതെന്തിൻ്റെ ഇക്വേഷനാണ്? n ഇൻഫിനിറ്റിലോട്ട് ലിമിറ്റ് ചെയ്തപ്പോൾ നമ്മുടെ PMF എന്തുമായിട്ട് മാറി? ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതുമ്പം e റൈസ് ടു മൈനസ് λ റൈസ് ടു എക്സ് എക്സ് ഫാക്ടോറിയൽ. അവിടെ എക്സ് എവിടെ തൊട്ട് എവിടെ വരെയാണ് വേരി ചെയ്തത്? എക്സ് ഇൻഫിനിറ്റിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് 0 തൊട്ട്. മനസ്സിലായോ? നെക്സ്റ്റ് പ്രോബ്ലംസ് ഫ്രം പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, first question, if 3% of electric bulbs produced by a company are defective, find the probability that in a sample of 100 bulbs at most 3 are defective. ഞാനിവിടെ 100ഉം അറ്റ്മോസ്റ്റ് ഒക്കെ നോട്ട് ചെയ്തിട്ടുണ്ട്. ഞാനത് എന്താണെന്ന് പറയാം. ഒരു കമ്പനി ഉൽപ്പാദിപ്പിക്കുന്ന ഇലക്ട്രിക് ബൾബുകളിൽ 3% ഡിഫക്റ്റീവാണ്. ഓക്കെ, ഫൈൻഡ് ദ പ്രോബബിലിറ്റി ദാറ്റ് ഇൻ എ സാമ്പിൾ ഓഫ് 100 ബൾബ്. ആ ബൾബുകളുടെ സാമ്പിൾ ഒരു സാമ്പിൾ എടുക്കുവാണ്. അതിനകത്ത് 100 ബൾബുകൾ ഇൻക്ലൂഡ് ചെയ്യുന്ന സാമ്പിൾ ഞാൻ എടുക്കുവാണ്. ഓക്കെ, അതിനകത്ത് ഏറ്റവും കൂടുതൽ 3 ഐറ്റം ഡിഫക്റ്റീവ് വരാനുള്ള ചാൻസ്, അതാണ് ഞാനിങ്ങനെ അണ്ടർലൈൻ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഒരു സാമ്പിളിൽ 100 ബൾബ് ആയതുകൊണ്ട് എണ്ണം കുറവായില്ലേ? അവിടെ നമുക്ക് ബൈനോമിയൽ അപ്ലൈ ചെയ്യാം. ഓക്കെ, ബൈനോമിയൽ വെച്ചിട്ട് നമുക്ക് എന്തുവാ എന്നും ബി ഒക്കെ പറയാൻ പറ്റും. അവിടെ എൻ എന്തുമായിരിക്കും? ബൈനോമിയൽ ആണെങ്കിൽ അവിടെ എൻ എന്തുമായിരിക്കും? ഞാൻ പറയാം. എക്സ് എന്ന് പറയുന്നത് ഡിനോട്ട് ദ നമ്പർ ഓഫ് ഡിഫക്റ്റീവ് ഐറ്റം. എന്തുകൊണ്ട് ഞാൻ എക്സ് എന്ന് പറയുന്ന റാൻഡം വേരിയബിൾ ഡിഫക്റ്റീവ് ഐറ്റം എടുത്തു, നോൺ ഡിഫക്റ്റീവ് ഐറ്റം എടുത്തുകൂടെ ഇരുന്ന? എന്തുകൊണ്ട് ഞാൻ എടുത്തു? ഇവിടെ ക്വസ്റ്റ്യൻ നമുക്ക് ചോദിച്ചിരിക്കുന്നത് ഫൈൻഡ് ഏറ്റവും കൂടുതൽ 3 ഡിഫക്റ്റീവ് ആവാനുള്ള കേസാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണോ ചോദിച്ചിരിക്കുന്നത് അതാണ് നമ്മൾ റാൻഡം വേരിയബിളായിട്ട് ഡിനോട്ട് ചെയ്യേണ്ടത്. എക്സ് എന്ന് പറയുന്ന ഡിനോട്ട് ചെയ്യുന്ന റാൻഡം വേരിയബിൾ എന്താ ഡിനോട്ട് ചെയ്യുന്നത്? നമ്പർ ഓഫ് ഡിഫക്റ്റീവ്. എന്താണോ ക്വസ്റ്റ്യന് ചോദിച്ചിരിക്കുന്നത് അതാണ് നമ്മൾ റാൻഡം വേരിയബിളായിട്ട് ഡിനോട്ട് ചെയ്യേണ്ടത്. ദെൻ എക്സ് ഈസ് എ ബൈനോമിയൽ റാൻഡം വേരിയബിൾ ബി ഓഫ് എൻ പി. എക്സ് എന്ന് പറഞ്ഞാൽ ബൈനോമിയൽ റാൻഡം വേരിയബിളായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. കാര്യം എൻ അവിടെ 100 ഒരു സാമ്പിളാണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, മൊത്തത്തിൽ നമുക്ക് ഒരു കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുന്ന മൊത്തം കാര്യം എടുത്താൽ അവിടെ 3% ഡിഫക്റ്റീവ് ആകുമ്പോൾ നമുക്ക് മൊത്തത്തിൽ എടുക്കുകയാണെങ്കിൽ പോയിസൺ അപ്ലൈ ചെയ്യണം. പക്ഷേ ഒരു സാമ്പിൾ എടുത്ത് അതിനകത്ത് 100 ബൾബേ ഇൻക്ലൂഡ് ചെയ്യുന്നുള്ളൂ. എന്നൊരു 100 വരെ ആണെങ്കിൽ നമുക്ക് ബൈനോമിയൽ അപ്ലൈ ചെയ്യാം. ഓക്കെ, ഒരു ബൈനോമിയലിറ്റി പോയിസൺ, ഒരു റയർ സിറ്റുവേഷൻ പോയിസൺ സിറ്റുവേഷനും ഇവിടെ പറയുന്നത്. ഓക്കെ, പോയിസൺ സിറ്റുവേഷനെ പറയുന്നത് ഒരു കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുന്ന എത്ര ബൾബുകൾ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യും? ഒരു സാമ്പിൾ എടുത്തപ്പോഴാണ് നമ്മൾ ബൈനോമിയൽ വെച്ചത് പറഞ്ഞത് അല്ലേ? ദെൻ എക്സ് ഈസ് എ ബൈനോമിയൽ റാൻഡം വേരിയബിൾ ബി ഓഫ് എൻ പി വിത്ത് എൻ ഈക്വൽ ടു 100 പി ഈക്വൽ ടു 0.3. എങ്ങനെ പി 0.3 ആയി?
പ്രോബബിലിറ്റി ഓഫ് സക്സസ് ഞാൻ എന്തുമായിട്ടാണ് എടുത്തിരിക്കുന്നത്? ഡിഫക്റ്റീവ് ഐറ്റം വരുന്നതാണ് ഞാൻ പ്രോബബിലിറ്റി ഓഫ് സക്സസ്. എന്താണോ ഞാൻ ചോദിച്ചിരിക്കുന്നത് അതാണ് റാൻഡം വേരിയബിളായിട്ട് എടുത്ത്, അതാണ് നമ്മുടെ പ്രോബബിലിറ്റി ഓഫ് സക്സസ്. നമ്മൾ ബൈനോമിയിൽ പഠിച്ചതാണ്. ഓക്കെ, അവിടെ 3% ഡിഫക്റ്റീവാണ്. അപ്പോൾ 3% 3/100 എന്ന് എഴുതിക്കൂടെ? അത് പോയിൻ്റ് ആയിട്ട് ഇടുമ്പോൾ നമ്മൾ 3/100 എന്ന് പറഞ്ഞാൽ 0.03 അല്ലേ? അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. പ്രോബബിലിറ്റി ഓഫ് സക്സസ് എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് ഡിഫക്റ്റീവ് ഐറ്റം എന്താണ്? 0.03 ആണ്. ബട്ട് സിൻസ് n ഈസ് ലാർജ്, നമ്മൾ മിനിമം നമ്മളൊരു 100 അല്ലെങ്കിൽ ഒരു ഇപ്പം ഇത് ചില ടെക്സ്റ്റ് ബുക്കിലൊക്കെ ചിലർ പറയും, നമ്മൾ ചില ടീച്ചേഴ്സൊക്കെ പറയും n 50 എബവ് ആണെങ്കിൽ നമ്മളൊരു ഓൾമോസ്റ്റ് ഒരു നമ്പർ കൂടുമ്പോൾ നമ്മളൊരു 100ഒക്കെയാണ് പറയുന്നത്. ഇവിടെ നമുക്ക് n 50 കൂടുതലാകുമ്പോൾ ഒരു ലിമിറ്റ് കൊടുത്തേക്കാം. എന്തായാലും n ഒരു 100 നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോഴും നമുക്ക് ബൈനോമിയിൽ വെച്ച് അതിൻ്റെ നമ്പർ ഓഫ് ട്രയൽസും പ്രോബബിലിറ്റി ഓഫ് സക്സസ് ഒക്കെ പറയാൻ പറ്റും, പ്രോബബിലിറ്റി ഓഫ് ഡിഫക്റ്റീവ് ഐറ്റം ഒക്കെ പറയാൻ പറ്റും. എന്നാലും ഇത് n ഇവിടെ ലാർജ് ആയതുകൊണ്ട് നമ്മൾ എന്തോ അപ്ലൈ ചെയ്യുന്നു? പോയിസൺ അപ്ലൈ ചെയ്യുന്നു. കൂടാതെ തന്നെ ഇവിടെ p വെരി സ്മാളുവാണ്. പ്രോബബിലിറ്റി ഓഫ് ഡിഫക്റ്റീവ് ഐറ്റം വളരെ കുറവാണ്, 3% പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ബൈനോമിയിൽ എപ്പോഴാണ് പോയിസൺ ആവുന്നത്? n ഇൻഫിനിറ്റിലോട്ട് പോകുമ്പോൾ എന്നിൻ്റെ എണ്ണം കൂടുമ്പോൾ. പ്രോബബിലിറ്റി ഓഫ് സക്സസ് റേറ്റ് 0 അടുക്കുമ്പോൾ കുറയുമ്പോൾ. ഇവിടെ സക്സസ് റേറ്റ് പ്രോബബിലിറ്റി ഓഫ് ഡിഫക്റ്റീവ് ഐറ്റമാണ് കണ്ടുപിടിക്കാൻ ചോദിച്ചേ. അവിടുത്തെ സക്സസ് റേറ്റ് എന്തുവാ? കുറവാണ്. അപ്പോൾ 3%. അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മൾ എന്തോ അപ്ലൈ ചെയ്യും? പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ അപ്ലൈ ചെയ്യും. ഓക്കെ, അപ്പം പോയിസൺ ടു ബൈനോമിയൽ ആണെങ്കിൽ ഞാൻ പറഞ്ഞു നേരത്തെ ഇക്വേഷൻ എന്താ അപ്ലൈ ചെയ്യുന്നത്? ലാംഡ ഈക്വൽ ടു NP ആണ്. ലാംഡ എങ്ങനെ കണ്ടുപിടിക്കാം? n 100 ആണ്, p എന്ന് പറഞ്ഞാൽ 0.03 ആണ്. രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3 കിട്ടും. ഇനി നമുക്ക് പോയിസൺ അപ്ലൈ ചെയ്തുകൂടെ? എന്തുകൊണ്ടാണ്? നമ്പറുകൾ ലാർജ് ആയതുകൊണ്ടും n 100 ആയതുകൊണ്ടും സക്സസ് റേറ്റ് 3% ആയതുകൊണ്ടും നമ്മൾ എന്തോ ചെയ്യുന്നു? ബൈനോമിയിൽ പോയിസൺ അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ പോയിസൻ്റെ PMF e⁻ ലാംഡ റൈസ് ടു x/x ഫാക്ടോർ. ലാംഡ നമ്മൾ കണ്ടുപിടിച്ചു n × p വെച്ചിട്ട്. സോ e⁻³ 3 ടു x/x ഫാക്ടോറിയൽ. x വേരീസ് ഫ്രം 0 ടു എക്സെട്രാ ഇൻഫിനിറ്റി. ഇനി ഏറ്റവും കൂടുതൽ സക്സസ് ഡിഫക്റ്റീവ് ഐറ്റം അറ്റ്മോസ്റ്റ് ആ 100 ബൾബിൻ്റെ സാമ്പിളിൽ ഏറ്റവും കൂടുതൽ 3 ഡിഫക്റ്റീവ് ഐറ്റമേ വരാവുള്ളൂ. അതിൻ്റെ ചാൻസാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനെങ്ങനെ? ഏറ്റവും കൂടുതൽ അറ്റ്മോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ 3 ഐറ്റം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ 3 ഐറ്റം എന്ന് പറഞ്ഞാൽ 3 ഐറ്റത്തിൽ താഴെ ഡിഫക്റ്റീവ് വരാൻ പറ്റുള്ളൂ. ഓക്കെ, P(x < 3) എന്ന് പറഞ്ഞാൽ P(x) എവിടെ തൊട്ട് സ്റ്റാർട്ട് ചെയ്യും? മിസ്റ്റേക്ക് വരുന്നത് പിള്ളേർ 1 തൊട്ട് എഴുതത്തുള്ളൂ. അങ്ങനെയല്ല, റാൻഡം വേരിയബിൾ ബൈനോമിയലായാലും പോയിസൺ എന്തായാലും 0 തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം P(x) = 0 വരും, P(x) = 1 വരും, P(x) = 2 വരും. അറ്റ്മോസ്റ്റ് ആയതുകൊണ്ട് ഏറ്റവും കൂടുതൽ 3 വരാവുള്ളൂ. സോ P(x) = 3 വരെ വരും. P(x) = 0 എന്ന് പറഞ്ഞാൽ P(x) = x-ന് 0 ഇട്ട് കൊടുക്കുക. ദാറ്റ് ഈസ് e⁻³ 3 × 0/0 പ്ലസ് ഇവിടെ P(x) = 1 എന്ന് പറഞ്ഞാൽ P(x) = x-ന് 1 ഇട്ട് കൊടുക്കുക. e⁻³ 3 P(x) = 2 എന്ന് പറഞ്ഞാൽ P(x) = x-ന് 2 ഇട്ട് കൊടുക്കുക. എഗെയിൻ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അതെല്ലാം നിങ്ങൾ കാൽക്കുലേറ്റർ ഇട്ട് കൊടുത്താൽ മതി. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ചെയ്യാം? ഇതിനകത്തെല്ലാം e⁻³ കോമൺ ഉണ്ട്, അത് കോമൺ എടുക്കുക. 3 ഫാക്ടോറിയൽ 1. ബാക്കിയുള്ളതെല്ലാം അതേപോലെ എഴുതി ഇതെല്ലാം ആഡ് ചെയ്തിട്ട് e⁻³ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ വെച്ച് തന്നെ സെപ്പറേറ്റ് ഇട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഇത് സെപ്പറേറ്റ് കാൽക്കുലേറ്റർ ഇട്ട് കൊടുക്കണം, ഇത് സെപ്പറേറ്റ് ഇടണം, ഇത് സെപ്പറേറ്റ് ഇടണം, സെപ്പറേറ്റ് ഇടണം. അപ്പോൾ 4 ആൻസർ കിട്ടും. അത് 4 കൂടെ ആഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ആൻസർ 0.6472319. ഓക്കെ.